ഹലോ ഡിയോസ്, ഇന്നത്തെ വീഡിയോ ആരി എംബ്രോയ്ഡറി നീഡിൽസ് പരിചയപ്പെടുത്തുന്നതാണ്. ആരി എംബ്രോയ്ഡറി നീഡിൽസ് ഏതൊക്കെ സൈസാണുള്ളത്, അത് ഏത് വർക്കിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. വളരെ കൃത്യമായി പറയുന്നുണ്ട്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന നീഡിൽ ഒരു മെറ്റൽ നീഡിലാണത്. ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ കുറേ ബീഡ്സ് നമ്മൾ ഒരേ സമയം ചെയ്യാൻ പറ്റും. കുറേ ബീഡ്സ് അതിലേക്ക് കയറുന്നത് കൊണ്ട് ബീഡ്സ് വർക്ക്, സർദോസി വർക്കൊക്കെ നമുക്ക് ഈ നീഡിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഒരു വുഡൻ ഹാൻഡിൽ വരുന്ന ഒരു നീഡിലാണ്. ഇതും അതുപോലെ നേർത്ത കമ്പി ആയതിനാൽ നമുക്ക് ബീഡ്സ് കുറേ അതിലേക്ക് കയറും. ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ കുറേ ബീഡ്സ് നമുക്ക് അതിലേക്ക് കയറുന്നത് കൊണ്ട് എപ്പോഴും ബീഡ്സ് എടുക്കേണ്ടി വരത്തില്ല. ഇത് നമ്മൾ സർദോസി വർക്ക് ചെയ്യാനും ഈ നീഡിലാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നീഡിൽ എന്ന് വെച്ചാൽ ഇത് ടൂലിപ്പ് ബ്രാൻഡിൻ്റെ ആണ്. നല്ല മെറ്റലാണ്. ഈ നീഡിലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 14 ആണ്. 14 സൈസുള്ള നീഡിലാണ്. ഇത് നമ്മൾ കൂടുതലായിട്ട് ത്രെഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വളരെ നാരോ ആയിട്ടുള്ള നീഡിലാണ് ഇത്. ത്രെഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 14 സൈസ് നീഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. 0.5 mm ആണ് അതിൻ്റെ സൈസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 24 സൈസിൽ നീഡിലാണ്. 24 0.4 mm സൈസാണ്. 24 നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സർദോസി വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നേരത്തെ കാണിച്ച 14 സൈസിനേക്കാൾ കുറച്ചും കൂടെ നാരോ ആയിട്ടുള്ള ആ ഒരു തുമ്പായിരിക്കും ഇതിനുള്ളത്. സർദോസിയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ നീഡിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നീഡിൽ എന്ന് പറയുന്നത് സൈസ് 23 ആണ്. 0.45 mm ആണ്. ഇത് ടൂലിപ്പിൻ്റെ തന്നെയാണ്. ഈ നീഡിൽ മറ്റേതിനേക്കാൾ കുറച്ചും കൂടെ വലുതായിരിക്കും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബീഡ്സൊക്കെ നമുക്കെടുത്ത് വർക്ക് കുറച്ച് മാത്രമേ ബീഡ്സ് ചെയ്യുന്നത് കയറുള്ളൂ. എന്നാലും ബീഡ്സ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നീഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെല്ലാം ക്യാപ്പുണ്ട്. ഇപ്പോഴും ക്യാപ്പ് ഇട്ട് തന്നെ സൂക്ഷിക്കുക. താഴെ വീണ് കഴിഞ്ഞാൽ ഈ നീഡിലിൻ്റെ ആ ഒരു മൊന അങ്ങ് ഒടിഞ്ഞു പോകും. പിന്നെ ഇതുകൊണ്ട് യാതൊരു ഉപയോഗമില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു 9 സൈസ് നീഡിലാണ്. ഇത് കുറച്ചും കൂടെ കട്ടിയുള്ള ത്രെഡ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നീഡിലാണിത്. ക്രോച്ചറ്റ് പോലത്തുള്ള കട്ടിയുള്ള ത്രെഡൊക്കെ യൂസ് ചെയ്യാം. ഇനി ഏതൊക്കെ ത്രെഡുകളാണ് നമ്മൾ യൂസ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ യൂസ് ചെയ്യുന്ന ഒരു ത്രെഡാണ്. ജെറി ത്രെഡാണിത്. പല കളറിലും നമുക്കിത് കിട്ടും. ഏത് കളറിലും നമുക്കിത് കിട്ടും. ഇത് ഗോൾഡൻ, സിൽവർ, ബ്രോൺസ് കളറൊക്കെയാണ് ഇപ്പോൾ കാണിച്ചത്. ഇത് ഗോൾഡൻ ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. നല്ല കട്ടിയുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. ഗോൾഡൻ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലതാണ്. അടുത്ത ഈ ത്രെഡ് എന്ന് പറയുന്നത് ഒരല്പം ഷിമ്മർ ഉള്ള ഒരു സിൽക്ക് ത്രെഡാണിത്. ചെറിയ തിളക്കമൊക്കെ ഉണ്ട്. ഈ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ത്രെഡ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് പല കളറിലും നമുക്ക് കിട്ടും. എല്ലാ കളേഴ്സിലും നമുക്ക് കിട്ടും. ഇത് നമ്മുടെ സാധാ തയ്ക്കുന്ന ത്രെഡാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.